റവ വെച്ചുള്ള ഒറോട്ടിയാണ് തയ്യാറാക്കുന്നത്. റവ കൊണ്ടുള്ള അടയെന്നും പറയാം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് റവ വേണം. ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/4 കിലോ റവ ഉണ്ടാവും. കപ്പിൽ പറഞ്ഞാൽ 2 കപ്പ് റവ. വറുക്കാത്ത റവയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 2 സവാള വളരെ ചെറുതായി കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അതല്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ നമ്മൾ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇത് റവയായ കാരണം ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതൊന്ന് കുഴച്ച് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതേപോലെ കുഴച്ചെടുക്കാം. ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഇതൊന്ന് കട്ടിയായി തുടങ്ങും. നമുക്കത് കാണാൻ പറ്റും. മുക്കാൽ കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത് ഇത് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് കട്ടിയായിട്ടൊന്നല്ല ഉള്ളത്, കുറച്ച് കട്ടിയായിട്ടാണുള്ളത്. പക്ഷേ ഒരുപാടൊന്നും കട്ടിയായിട്ടില്ല. ഇതൊരു 2-3 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതിങ്ങനെ തന്നെ വെക്കാം. അപ്പോഴേക്കും ഇത് കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. ഇതിപ്പോൾ കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കട്ടിയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിത് ഇതേപോലത്തെ ഇരുമ്പിൻ്റെ ഒരു ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇതേപോലെ പൊറോട്ടി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നോൺ സ്റ്റിക്കിനേക്കാളൊക്കെ നല്ലത് ഇതായിരിക്കും. അപ്പോൾ ഈ ദോശക്കല്ലിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം കുറച്ച് മാവ് എടുത്തതിന് ശേഷം നമുക്ക് ഇത് ദോശക്കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോൾ കുറേശ്ശെ കൈ നനച്ച് നല്ലതുപോലെ പരത്തിയെടുക്കാം. ഇങ്ങനെ ചെയ്ത് ശീലമില്ലെങ്കിൽ നമുക്കൊരു വാഴയിലയിൽ ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ദോശക്കല്ലിലിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി. ഞാനിപ്പോൾ എപ്പോഴും ഇതേപോലെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് ശീലമില്ലെങ്കിൽ വാഴയിലയിൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്താലും മതി. ഇപ്പോൾ പറ്റാവുന്നത്രയും നല്ലതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈ നനച്ച് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. നല്ല കനം കുറച്ച് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിത് ഇങ്ങനെ തന്നെ വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കും തേച്ച് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണ വെച്ച് ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതലും ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഭാഗം കൂടി വേവണം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ക്രിസ്പി ആവാൻ നിൽക്കേണ്ട. ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ശരിക്കും നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാം. അതേപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് അങ്ങ് തണുക്കാൻ നിൽക്കാതെ ചൂടോടുകൂടി കഴിച്ചാൽ നല്ലതായിരിക്കും. ഇതിന് പ്രത്യേകിച്ച് നമുക്കൊരു കറിയൊന്നും വേണ്ടി വരില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തിട്ട് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.